എം.ടി. വാസുദേവൻ നായരെ അനുസ്മരിച്ച് ജന്മനാടായ കൂടല്ലൂർ പി. മമ്മിക്കുട്ടി എം.എൽ.എ. ഉൾപ്പെടെയുള്ളവർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. കൂടല്ലൂർ ഗ്രാമത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ എം.ടിയെ ജന്മനാടായ കൂടല്ലൂരിൽ കഴിഞ്ഞ ദിവസമാണ് അനുസ്മരിച്ചത്. എം.ടിയുടെ വേർപാട് കൂടല്ലൂർ ഗ്രാമത്തെയും നൊമ്പരപ്പെടുത്തിയിരുന്നു. മൗനജാഥയോടെയായിരുന്നു കൂടല്ലൂർക്കാർ അനുസ്മരണ ചടങ്ങിലേക്ക് എത്തിയത്. കൂടല്ലൂർ കൂട്ടക്കടവിലായിരുന്നു അനുസ്മരണ ചടങ്ങ്. എം.ടിയെ പരിചയപ്പെടുത്തുന്നതു മുതലുള്ള സംഭവവികാസങ്ങൾ വിവരിച്ചായിരുന്നു അനുസ്മരണ ചടങ്ങ് പി. മമ്മിക്കുട്ടി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തത്. എം.ടിയുടെ രചനകളിൽ എല്ലാ കൂടല്ലൂരും ഈ നാട്ടുകാരും ഉണ്ടായിരുന്നുവെന്നും ഈ നാടിന്റെ എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹമെന്നും മുൻ എം.എൽ.എ. വി.ടി. ബൽറാം അനുസ്മരിച്ചു. ഭരണാധികാരികളുടെ മുന്നിൽ ഒരിക്കലും തലകുനിക്കാത്ത സാഹിത്യകാരൻ കൂടിയായിരുന്നു എം.ടി. എന്നും വി.ടി. ബൽറാം പറഞ്ഞു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ. മുഹമ്മദ്, കെ.പി.സി.സി നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രൻ, തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. റജീന, ഹമീദ് ടി. സ്വാലി, ഇ.എസ്. ഗോവിന്ദൻ, സജിത ഉൾപ്പെടെയുള്ളവരും എം.ടിയുടെ ഓർമ്മകൾ പങ്കുവച്ചു. 1980 ശേഷമാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റി കഴിഞ്ഞത്. എം.ടി. വാസുദേവൻ നായരെ സംബന്ധിച്ചുള്ള ഒരറിവും പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ധാരണയൊക്കെ ഉണ്ടായിരുന്നു. 1980 ശേഷമാണ് അദ്ദേഹത്തെ നേരിട്ട് കാണുവാൻ അദ്ദേഹത്തിൻ്റെ അനുജനായി നമ്മുടെ മകനാണ് എം.ടി. രവീന്ദ്രൻ നമ്മുടെ ഞാൻ ബാങ്കിൻ്റെ പ്രസിഡന്റായി വന്നപ്പോൾ രവിയേട്ടനായിരുന്നു അന്ന് സെക്രട്ടറി. അപ്പം അന്ന് ഈ നിക്ഷേപ സമാഹരണവും ഒക്കെ ബന്ധപ്പെട്ട കാര്യം നടക്കുമ്പോൾ ഈ നിക്ഷേപത്തിന് ആളുകളെ കാണുമ്പോൾ ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും കാണാറുണ്ട്. കാരണം ഇന്നത്തെ മാതിരി ഒന്നല്ല. അന്ന് 10,000 രൂപ കിട്ടണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയേട്ടനെ നമുക്ക് കാണാൻ ബന്ധപ്പെടാമെന്ന് ഉണ്ണിയേട്ടനാണ് ഉണ്ണിയേട്ടൻ വിളിക്കും. അല്ല, അങ്ങനെ വാസുവേട്ടനെ മാത്രമല്ല ഒരുപാട് ആളുകൾ ആ രൂപത്തിലൊക്കെ ബന്ധപ്പെട്ട കൂട്ടത്തിലാണ് അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെടാനും കാണാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായി. പോയി അന്ന് ഇടക്കിടക്ക് ഇവിടെയൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ സമയത്താണ് രവിയേട്ടനാണ് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. ബാങ്കിൻ്റെ പ്രസിഡന്റാണ്. കുഞ്ഞുട്ടി സാഹിബിന് ശേഷം ആനക്കര ബാങ്കിൻ്റെ പ്രസിഡന്റായ ആനക്കരയാണ്. അങ്ങനെയാണ് ഒരു കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ പരസ്പരം ബന്ധപ്പെടുന്ന ആദ്യത്തെ ചില സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങൾ എം.ടിയുടെ നാട്ടുകാരാണ് എന്നുള്ളതിനപ്പുറം ഒരു വിശേഷണം നമുക്കാർക്കും വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം ഈ നാടിനൊപ്പം വളർന്ന് മലയാളത്തിൻ്റെ തന്നെ സുഹൃതമായി മാറിയ എം.ടി. വാസുദേവൻ നായർ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ഈ അവസരത്തിൽ എം.ടി. ഇല്ലാത്ത ഒരു കാലത്ത് വന്നുകൊണ്ട് അദ്ദേഹത്തെ ഓർക്കുക എന്നുള്ളതാണ് നാട്ടുകാരായിട്ടുള്ള നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യുന്നത്. ഇവിടെ തൊട്ട് മുമ്പ് സംസാരിച്ചിരുന്നവർക്ക് പറഞ്ഞതുപോലെ നമ്മളൊക്കെ വായിച്ചു തുടങ്ങുമ്പോൾ ആരെ വായിക്കണം എന്നതിന് നമ്മുടെയൊക്കെ അധ്യാപകരും മുതിർന്നവരും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത് എം.ടിയെ വായിക്കുക. ആ നിലയിലാണ് പലരും സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ പുസ്തക വായന എന്ന് പറയുന്ന ഒരു അഭിരുചിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ നിലയ്ക്കും ഈ നാടിന്റെ കഥാകാരനായിരുന്നു അദ്ദേഹം. എഴുതിയതൊക്കെ അല്ലെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷവും അല്ലെങ്കിൽ അവിടെയൊക്കെ ഈ നാടുണ്ടായിരുന്നു. ഇവിടുത്തെ മണ്ണുണ്ടായിരുന്നു, ഇവിടുത്തെ പുഴയുണ്ടായിരുന്നു, ഇവിടുത്തെ കുന്നുകളുണ്ടായിരുന്നു, ഇവിടുത്തെ പ്രകൃതി ഉണ്ടായിരുന്നു, ഇവിടുത്തെ സാധാരണ മനുഷ്യരുണ്ടായിരുന്നു, അവരുടെയൊക്കെ ജീവിതങ്ങളുണ്ടായിരുന്നു. എം.ടിയുടെ കഥാപാത്രങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടവരാവുന്നത് അവരുടെ നായക സങ്കല്പത്തിന്റെ പൂർണ്ണതയുടെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ അവരൊക്കെ അതിമാനുഷരായ കഥാപാത്രങ്ങളായതുകൊണ്ടല്ല. ആ കഥാപാത്രങ്ങളിൽ പലതും നമ്മളൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്, നമ്മളെപ്പോലുള്ളവരായിരുന്നു എന്നുള്ളതാണ്. നമ്മളുടെയൊക്കെ എല്ലാ ദൗർബല്യങ്ങളും ബലഹീനതകളും അസൂയകളും പൊങ്ങച്ചങ്ങളും നമ്മുടെയൊക്കെ മഹത്വാകാംക്ഷകളും നമ്മുടെയൊക്കെ വേദനകളും നമ്മുടെയൊക്കെ നിരാശകളും പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നിസ്സഹായതകളും ഒക്കെ കഥാപാത്ര രൂപത്തിൽ മുന്നിൽ വരുന്നത് കൊണ്ടാണ്. വേലായുധനായാലും കൂടല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കൂടല്ലൂരിൻ്റെ ഓരോ കഥാപാത്രങ്ങളായി തീരുന്ന ഓരോ എഴുത്തും അദ്ദേഹത്തിന് കൂടല്ലൂരുമായിട്ടുള്ള വലിയൊരു സൗഹൃദത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2019 ഒരു പൊതുപരിപാടി എന്ന നിലയിൽ അവസാനമായി
എത്തി കൂടല്ലൂർ. അന്ന് കൂരായിക്കൂട്ടം എന്ന സാംസ്കാരിക വേദി ഹൃദയപൂർവ്വം എംടിക്ക് എന്ന ഒരു പരിപാടിയാണ് നമ്മൾ അവസാനമായി കൂടല്ലൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. അന്ന് അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി സൂചിപ്പിച്ച ഒരു കാര്യം, എനിക്ക് തന്നിട്ടുള്ള ഈ ആദരവിന് ഞാൻ എന്ത് കൊടുത്താലാണ് മതിയാവുക എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് കൂടല്ലൂരും എംടിയും തമ്മിലുള്ള ആഴത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. അത്രയും വലിയ ഏത് കഥകൾ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ എഴുത്തിലും കൂടല്ലൂരിനെ കുറിച്ച് എഴുതാത്ത ഒറ്റ കഥകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏത് പ്രദേശത്ത് ചെന്ന് നമ്മൾ ഏത് രാജ്യക്കാരനാണെന്ന് മറ്റൊരു രാജ്യത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ആനക്കര പഞ്ചായത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചു ചോദിച്ചിരുന്നത് എംടിയുടെ നാട്ടിലാണോ നിങ്ങളുടെ വീട്, അവിടെ അടുത്താണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ആ രീതിയിൽ ലോകോത്തര സാഹിത്യകാരനായി, ലോകമറിയപ്പെടുന്ന സാഹിത്യകാരനായി എല്ലാ രംഗത്തും മാറിയ മഹാവ്യക്തിത്വമായിരുന്നു എംടി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒട്ടേറെ അവാർഡുകൾ, ഉന്നത രീതിയിലുള്ള എല്ലാ അംഗീകാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വേലായുധനായാലും കൂടല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കൂടല്ലൂരിന്റെ ഓരോ കഥാപാത്രങ്ങളായി തീരുന്ന ഓരോ എഴുത്തും അദ്ദേഹത്തിന് കൂടല്ലൂരുമായിട്ടുള്ള വലിയൊരു സൗഹൃദത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2019 ഒരു പൊതുപരിപാടി എന്ന നിലയിൽ അവസാനമായി എത്തി കൂടല്ലൂർ. അന്ന് കൂരായിക്കൂട്ടം എന്ന സാംസ്കാരിക വേദി ഹൃദയപൂർവ്വം എംടിക്ക് എന്ന ഒരു പരിപാടിയാണ് നമ്മൾ അവസാനമായി കൂടല്ലൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. അന്ന് അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി സൂചിപ്പിച്ച ഒരു കാര്യം, എനിക്ക് തന്നിട്ടുള്ള ഈ ആദരവിന് ഞാൻ എന്ത് കൊടുത്താലാണ് മതിയാവുക എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് കൂടല്ലൂരും എംടിയും തമ്മിലുള്ള ആഴത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. അത്രയും വലിയ ഏത് കഥകൾ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ എഴുത്തിലും കൂടല്ലൂരിനെ കുറിച്ച് എഴുതാത്ത ഒറ്റ കഥകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.